ഹലോ ഫ്രണ്ട്സ്, ഷെമി സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പോട്ട് ഹോൾഡറാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഈ രണ്ട് സൈഡിലൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മളിതാ ഇങ്ങനെ ഫിംഗർ ഇട്ടിട്ട് നമുക്ക് ചൂടുള്ളതൊക്കെ അടുപ്പത്തു നിന്ന് ഇറക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. കുറച്ച് കട്ട് പീസുകളും ഇതുപോലുള്ള കട്ടിയുള്ള ബാറ്റിംഗ് പേപ്പറും ഉണ്ടായാൽ മതി. ഇതിപ്പോൾ ഇതുപോലത്തത് ഇല്ലെങ്കിൽ പഴയ ചാക്കുകളില്ലേ, നല്ല കട്ടിയുള്ള കോട്ടൻ്റെ, അത് അല്ലെങ്കിൽ ജീൻസൊക്കെ വെച്ച് കൊടുത്താൽ മതി. നമുക്കിതൊക്കെ പിടിക്കുമ്പോൾ കൈ ചൂടാവരുത്, അതിന് പറ്റിയിട്ടുള്ള തുണി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ തയ്ച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ സെയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ക്രിസ്മസിന് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഐറ്റംസാണ് ഇങ്ങനത്തതൊക്കെ. പലതരത്തിലുള്ള പോട്ട് ഹോൾഡറുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടത് 4 പീസ് തുണിയാണ്. 2 പീസ് ബേസായിട്ട് വെച്ച് കൊടുക്കാനും 2 പീസ് പോക്കറ്റ് പോലെ വെച്ച് കൊടുക്കാനും. ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് പറയാം. ബേസായിട്ട് വെച്ച് കൊടുക്കുന്ന പീസിൻ്റെ നീളം 11 ഇഞ്ചും വീതി 7 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അടുത്ത പീസ് നീളം 10 ഇഞ്ചും വീതി 7 ഇഞ്ചും. വീതി സെയിം തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ബാറ്റിംഗ് പേപ്പറും ഈ ബേസിൻ്റെ സെയിം മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബേസായിട്ട് വെച്ചെടുക്കുന്ന ഒരു പീസ് എടുത്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ ഒന്ന് നടുമടക്കിയിട്ട് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. ഇത് ഓപ്പൺ പീസ് ഈ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ക്ലോസിങ് പീസ് ഫിംഗർ ഇടാനുള്ള ഭാഗത്തേക്കാണ് വരേണ്ടത്. അതുപോലെ തന്നെ അടുത്ത പീസും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്ന് കുത്തി കൊടുക്കുക. ആദ്യത്തേത് നമ്മൾ ഈ പോക്കറ്റ് ഇതുമൊന്ന് തയ്ച്ച് പിടിപ്പിക്കേ വേണ്ടുള്ളൂ. ഈ 4 സൈഡും ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി. ഞാനിത് അടിച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ പോക്കറ്റ് പോലെ അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. താഴെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ബാറ്റിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് തിരിച്ചിടുക. നല്ല ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ ആണ് വെക്കേണ്ടത്. ഈ ബാറ്റിംഗ് പേപ്പർ കൂടുതലുള്ളതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ ഈ പോക്കറ്റ് തയ്ച്ചെടുത്ത പീസ് ഇങ്ങനെ നല്ല ഭാഗം ഒരുമിച്ചിരിക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും പിന്ന് കുത്തി കൊടുക്കുക. ഇതുപോലുള്ള പിന്നുകളാണ് ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ തയ്ക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തീരെ മൂവ് ആവില്ല. ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. എളുപ്പമാണ് തയ്ച്ചെടുക്കാൻ. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 3 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 ഇഞ്ചെങ്കിലും സ്പേസ് വിട്ടിട്ട് വേണം അടുത്ത ഭാഗം തയ്ച്ചെടുക്കാൻ. നമുക്കിത് നല്ലപ്പുറം മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ സൈഡൊന്ന് ലോക്ക് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡും ലോക്ക് ചെയ്ത് തയ്ച്ചിട്ട് ബാക്കിയുള്ള ഭാഗം തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ഈ കോർണറുകളൊന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കണം. 4 കോർണറുകളും ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ബാറ്റിംഗ് പേപ്പർ കൂടുതലുണ്ടെങ്കിൽ അതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കോർണറുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളിലൂടെ നല്ല ഭാഗവും പുറത്തേക്ക് വരത്തക്ക രീതിയിൽ മറിച്ചെടുക്കുക. കുറച്ചൊരു പാടുണ്ടാവും മറിച്ചെടുക്കാൻ, കാരണം 2-3 പീസ് ഉള്ളതല്ലേ. 2-3 പീസും പിന്നെ ബാറ്റിങ്ങും എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും എടുക്കാൻ. ഈ കോർണറുകളൊക്കെ ഒന്ന് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എടുത്തിട്ട് ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക.
4 കോർണറുകളും അതുപോലെ ചെയ്തെടുക്കുക. ഈ ഓപ്പൺ ഭാഗത്ത് കൂടെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ 4 സൈഡും കോർണറുകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് 4 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ആ പതിച്ചടിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് പിന്നു കുത്തി കൊടുത്താൽ മതി. ഒട്ടും ചുളിവില്ലാതെ വേണം ചെയ്തെടുക്കാൻ. ഇനി 4 ഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഈ ഭാഗത്തുമ്പോൾ കൈ കൊണ്ടൊന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. പോട്ട് ഹോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എളുപ്പമാണ് തയ്ച്ചെടുക്കാമെന്ന്. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാവണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.